ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നിപരീക്ഷ പുരോഗമിക്കുകയാണ്. ഈ 3 എപ്പിസോഡുകൾ പിന്നിടുമ്പോൾ നിലവിൽ ശ്രദ്ധിക്കപ്പെടുന്ന മത്സരാർത്ഥികൾ ആരൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് രാകേഷാണ്. രാകേഷ് അത്യാവശ്യം എന്റർടൈൻമെന്റ് കൊണ്ടുവരുന്നുണ്ട്. ബിഗ് ബോസിനകത്ത് ഉള്ള രീതിയിലാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇപ്പോൾ അവരുടെ പെർഫോമൻസ് മാത്രമല്ല, ഇവർ ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെ പെർഫോം ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുകൂടി പരിശോധിക്കുമ്പോൾ രാകേഷ് നല്ല സാധ്യതയുള്ളൊരു കണ്ടസ്റ്റന്റ് ആണ്. രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് പൂജയാണ്. പൂജ എന്ന് പറഞ്ഞാൽ പൂജ 2.0 ആണ്. ആദ്യം വന്ന പൂജയല്ല, രണ്ടാമത് വന്ന പൂജ. പൂജ വളരെ സ്മാർട്ടാണ്, നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. ബിഗ് ബോസിനകത്ത് പോയാൽ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയായിട്ട് തോന്നുന്നുണ്ട്. മൂന്നാമത്തെ ആള് ലൊലീറ്റ. 18-19 വയസ്സേ ആയിട്ടുള്ളൂ, പക്ഷെ വളരെ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. ടാസ്കുകളിൽ ആക്റ്റീവായിട്ട് ഇടപെടുന്നുണ്ട്. ടീം ക്യാപ്റ്റനായിട്ട് വർക്ക് ചെയ്ത സമയത്ത് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാനും ടീമിനെ വിജയിപ്പിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. സോ ഒരു BB മെറ്റീരിയൽ ആണെന്ന് തോന്നുന്നു. നാലാമത്തെ ആള് ടാഷിയാണ്. ടാഷിയുടെ കാര്യം പറയുമ്പോൾ വളരെ സ്മാർട്ട്, ടാസ്കുകൾ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്, തരക്കേടില്ലാതെ സംസാരിക്കാനും കഴിയുന്നുണ്ട്, ടാസ്കുകളിൽ വിജയിക്കാനുമുള്ള കഴിവ് കാണുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ പ്രതീക്ഷയുണ്ട്. അഞ്ചാമത്തെ ആള് RJ അനഘയാണ്. ടാസ്കുകളിലെ പെർഫോമൻസിനേക്കാൾ ഉപരിയായിട്ട് അനഘ വളരെ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. ബിഗ് ബോസിനകത്ത് നന്നായി സംസാരിക്കാൻ കഴിയുന്നവർക്ക് വലിയ സാധ്യതകളുണ്ട്. തീർച്ചയായും പ്രതീക്ഷയുണ്ട്. അടുത്ത ആള് പ്രണവാണ്. മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിട്ടാണ് തോന്നുന്നത്. പ്രണവ് ടാസ്കുകൾ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. സംസാരിക്കുമ്പോൾ ശബ്ദം അല്പം കുറവാണെങ്കിലും ഇന്റലിജന്റ് ആയിട്ട് വേണമെങ്കിൽ ഗെയിം കളിക്കാൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയി തോന്നുന്നു. അടുത്ത ആള് ശ്യാമാണ്. ശ്യാം എനിക്ക് തോന്നുന്നു ഈ റിയാസിനെ ഒക്കെ ഇൻസ്പയർ ആയിട്ട് ഗെയിം കളിക്കുന്ന ഒരാളായിട്ടാണ് തോന്നുന്നത്. ടാസ്കുകളെ കുളമാക്കാനും തനിക്ക് അനുകൂലമാക്കി മാറ്റാനും ഏത് ലെവലിലും ട്വിസ്റ്റ് ചെയ്യാനും ഒക്കെ ശ്രമിക്കാൻ ഇടയുള്ള ഒരു വ്യക്തിയാണ്. ആദ്യത്തെ പൂജാ കേസിൽ ഇദ്ദേഹമാണ് താക്കോൽ അടിച്ചു മാറ്റിയ വിരുദ്ധൻ. സോ ബിഗ് ബോസിനകത്ത് ഒരുപാട് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന പ്രതീക്ഷയുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. അടുത്തയാള് അളകനന്ദയാണ്. ഫണ്ണായി തോന്നുന്നു, എന്റർടൈൻമെന്റ് കൊടുക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ സംസാരിക്കാനുള്ള കഴിവുണ്ട്, തുടർച്ചയായിട്ട് ഉറക്കെ സംസാരിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ബിഗ് ബോസിനകത്ത് തിളങ്ങാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ്. അടുത്തയാള് ജെറ്റിയാണ്. ജെറ്റി ടാസ്കുകൾ വിൻ ചെയ്യാൻ ക്യാപ്പബിലിറ്റി ഉള്ള ഒരാളാണ്. സ്ട്രോങ് ആണ്, ഫോക്കസ്ഡ് ആണ്, അത്യാവശ്യം ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ്. സെയിം ടൈം തന്നെ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്, നിലപാടുകൾ പറയാൻ ഭയപ്പെടുന്നില്ല. സോ വലിയ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. അടുത്തയാള് ഷിജുലാലാണ്. ഷിജുലാല് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് തോന്നുന്നുണ്ട്. ടാസ്കുകൾ നന്നായിട്ട് കളിക്കുന്നുണ്ട്, വളരെയധികം ഫോക്കസ്ഡ് ആണ്, സ്മാർട്ടാണ്, സംസാരിക്കുന്നത് കമ്പാരിറ്റീവ്ലി ഒരു അല്പം കുറവാണ്, എങ്കിലും നല്ല പ്രതീക്ഷയുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. അടുത്ത കണ്ടസ്റ്റന്റ് നന്ദകിഷോർ ആണ്. കുറച്ച് ജെന്റിൽ മാൻ ലുക്കുള്ള ഒരാളാണ്. അതേസമയം തന്നെ സ്ഫുടതയോടുകൂടി പറയാനുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് സംസാരിക്കുന്നുണ്ട്. ടാസ്കുകളിൽ നന്നായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്, ടാസ്കുകളിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റായും തോന്നുന്നു. അടുത്തയാള് ഷാനോ തോമസ് ആണ്. ബിഗ് ബോസിനകത്ത് പോയാൽ അടിയുണ്ടാക്കാൻ സാധ്യത കൽപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. അത്യാവശ്യം കലിപ്പൊക്കെ ഇപ്പോഴേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. കോണ്ടന്റുകൾക്ക് വലിയ ക്ഷാമം ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. ആ നിലയ്ക്ക് ഒരു നല്ല കണ്ടസ്റ്റന്റ് ആണ്. അടുത്തയാള് സാബിറ ഷെറീഫാണ്. സാബിറ വളരെ സ്മാർട്ടായിട്ട് സംസാരിക്കുന്നുണ്ട്, സ്ട്രോങ് ലേഡി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, ബിഗ് ബോസ് മെറ്റീരിയൽ ആയിട്ടാണ് തോന്നുന്നത്. വേറെയും ചില സ്മാർട്ടായിട്ടുള്ള കണ്ടസ്റ്റൻസ് അതിനകത്തുണ്ട്. തീർച്ചയായിട്ടും ഇനിയുള്ള ദിവസങ്ങളിലുള്ള ഗെയിം കൂടി വിലയിരുത്തിയതിനു ശേഷം നമുക്ക് അവരെക്കുറിച്ച് സംസാരിക്കാം. പ്രേക്ഷകർക്ക് ഏറ്റവും മികച്ചതെന്ന് തോന്നുന്ന 5-10 കണ്ടസ്റ്റൻസിന്റെ പേര് കമന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.